ശരീരത്തിലുള്ള രോമ വളർച്ച അല്ലെങ്കിൽ മുഖത്തുള്ള രോമ വളർച്ചയെ കുറിച്ച് നമുക്ക് ലജ്ജിക്കാനോ നാണിക്കാനോ ഒരു ആവശ്യവുമില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച അതിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആൻഡ് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Hello and welcome back to Skin Sense channel. I'm Dr. Radhika, your consultant dermatologist. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലേസർ ഹെയർ റിഡക്ഷനെ കുറിച്ചാണ്. യു റൈറ്റ്, ലേസർ ഹെയർ റിഡക്ഷൻ ആൻഡ് നോട്ട് റിമൂവൽ. ഇതെപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്. ലേസറിൽ നമ്മൾ ചെയ്യുമ്പം ടോട്ടൽ ആയിട്ടുള്ള ഒരു റിമൂവലാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ആക്ച്വൽ പ്രൊസീജിയർ ഈസ് എ റിഡക്ഷൻ. എന്ന് വെച്ചാൽ മുടീൻ്റെ വളർച്ച കുറഞ്ഞു കിട്ടും. അവിടെയുള്ള മുടീൻ്റെ ഘനവും കട്ടിയായിട്ടുള്ള മുടി തിൻ ആൻഡ് ലൈറ്ററായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആ വളർച്ചേൻ്റെ ഗ്രോത്തിൻ്റെ സമയം കുറച്ചും കൂടി നീണ്ടിയിട്ട് ലോങ് ടേമിൽ നമുക്ക് ഹെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് കാണാൻ കിട്ടും. സോ നമ്മളൊരു ലേസർ ഹെയർ റിഡക്ഷന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതായിരിക്കും. ഇനി ചെയ്യുന്ന ദിവസം നിങ്ങൾ ആ ഭാഗം ക്ലീൻ ആയിട്ട് പോവുക. പോയി കഴിഞ്ഞിട്ട് ആ ഏരിയയിലുള്ള മുടീൻ്റെ വളർച്ച അനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് എത്ര പവറിൽ എത്ര എനർജിയിലാണ് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ഭാഗം ഷേവ് ചെയ്ത് കൊടുത്തിട്ട് വേണം പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സാധാരണ രീതിയിൽ ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നതെന്നാണെങ്കിൽ ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റിൻ്റെ സമയത്തോടെ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഏരിയ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഒരു ബീച്ച് ഹോളിഡേ അല്ലെങ്കിൽ ഒരു നല്ലോണം സൺ എക്സ്പോഷർ ആയി കഴിഞ്ഞിട്ട് 1-2 ദിവസത്തിനുള്ളിൽ പോയി ഈ പ്രൊസീജിയർ ചെയ്യാൻ പാടില്ല. അതുപോലെ സ്കിൻ വളരെ ഡ്രൈ ആണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 4-5 ദിവസം മുന്നേ നല്ല രീതിയിൽ സ്കിന്നിൻ്റെ ആ ഭാഗം മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാണ്ട് ഒരു ഹോളിഡേ കഴിഞ്ഞിട്ട് ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകാൻ പാടില്ല. ഇനി ചെയ്യുന്ന സമയത്ത് ഉള്ള സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ, ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഗോഗിൾസ് അല്ലെങ്കിൽ ഐ പ്രൊട്ടക്ഷൻ ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കാം. ഇത് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നതായിരിക്കും. കൊടുക്കാത്തുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് അത് എടുക്കുക. ആൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറായിട്ടുണ്ടാകും. മുടിയുള്ള ഭാഗത്ത് എവിടെയാണ് ചെയ്തത് അവിടെ ഒരു ബൾജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ടാകും. അത് 2-3 മണിക്കൂർ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് പോകുന്നതാണ്. ഇൻ കേസ് അത് പോയിട്ടില്ല എന്നാണെങ്കിൽ ചെയ്തെടുത്ത് നിങ്ങൾ ഡെഫിനറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ അതിന് ആവശ്യമുള്ള ക്രീംസോ ഗുളികളോ എന്താ വേണ്ടുള്ളത് നിങ്ങൾക്ക് കൊടുക്കുന്നു. ഇനി പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഹെയർ ഫ്രീ ബോഡി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊരു 4-5-6 സെഷൻസിൻ്റെ ടൈം പീരീഡിലാണ് നമ്മൾ നോക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നുപോലും ഉണ്ടാവില്ല. ചിലവരിൽ നമ്മൾ കാണുന്നത് ഏകദേശം ഒരു 10 ദിവസം തൊട്ട് 2 ആഴ്ചയുടെ സമയത്തിൽ ചെയ്ത ഭാഗത്തുള്ള മുടി കുറച്ചായിട്ട് ഇങ്ങനെ വീണ് പോകുന്നതാണ്, അല്ലെങ്കിൽ പാച്ചി ആയിട്ട് അത് പോകുന്നതായിരിക്കും. അത് നോർമലാണ്. നോർമലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ മുടിക്ക് ഈ ലേസർ അടിക്കുന്ന സമയത്ത് പല സ്റ്റേജസിലും മുടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലേസറിൻ്റെ ലൈറ്റ് അടിക്കുന്നത് മുടിൻ്റെ റൂട്ടിലാണ്, ബൾജിൻ്റെ സ്ഥലത്തിലാണ് ഈ ലൈറ്റ് അടിക്കുന്നത്. സോ പല ഘട്ടത്തിൽ വളർന്ന മുടീൻ്റെ ഇനി വളർന്നുകൊണ്ട് വരുന്ന മുടി എങ്ങോട്ടേക്കാണ് പോകാൻ പറ്റുക? പുറത്തോട്ടാണ് വരുന്നത്. സോ ഓബ്വിയസ്ലി ആ ഷെഡിങ് നടന്നിട്ട് വേണം ബാക്കിയുള്ള മുടിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ അടുപ്പിച്ച് ഈ പ്രൊസീജിയർ ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 4 തൊട്ട് 6 ആഴ്ചൻ്റെ മിനിമം ഗ്യാപ്പ് നമ്മൾ എല്ലാ സെഷൻസിനും കൊടുക്കാറുണ്ട്. സോ ഇൻ കേസ് നിങ്ങളുടെ വളർച്ച കുറച്ചും കൂടി ഡിലേഡ് ആണെങ്കിൽ അതുപോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അത് ഓരോരാളെ ബോഡീൻ്റെ അനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ കാണുന്നുണ്ടാവുക. ഇതിനെക്കാട്ടും അടുപ്പിച്ച് നമ്മൾ പ്രൊസീജിയർ ചെയ്യില്ല. എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്ന സമയത്ത്? ഫസ്റ്റ് ഇസ് മുടീൻ്റെ ഘനം മെല്ലനെ കുറഞ്ഞാണ് വരുന്നത്. സോ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ കാണുന്നത് നല്ല ഡാർക്ക് കോഴ്സ് ആയിട്ടുള്ള കട്ടിയുള്ള മുടിയുള്ളവരിലായിരിക്കും. അതുപോലെ അവരുടെ സ്കിൻ കളർ കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും.
റൈറ്റ് നൗ നമുക്ക് നല്ല രീതിയിലുള്ള ലേസേഴ്സ് ഉണ്ട്. സ്കിൻ കളർ നമുക്കൊരു മാറ്ററേ അല്ല, അതല്ലാണ്ട് തന്നെ നമ്മളത് നോക്കാണ്ട് തന്നെയാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. സോ ലൈറ്റ് കളർഡ് ആണോ അല്ലെങ്കിൽ കുറച്ചും കൂടി വീട്ടിഷ് കളറാണോ എന്ന് നോക്കുന്നില്ല, എല്ലാവർക്കും നമുക്ക് ഇത് ചെയ്തു കൊടുക്കാം. ഇനി മുടീൻ്റെ കട്ടി കുറഞ്ഞു വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പരം ആ ഏരിയയിലുള്ള മുടീൻ്റെ ഡെൻസിറ്റി കുറയാണ്, നമ്പേഴ്സ് കുറയാണ് ചെയ്യുന്നത്. സോ ഒരു 100 മുടിയുള്ള സ്ഥലത്തിൽ ക്രമേണം ഒരു 8 or 10 മുടിയായിട്ട് അത് മാറുന്നുണ്ട്. സോ യു സീയിങ് അറൌണ്ട് 90 to 95% റിഡക്ഷൻ. ഇതല്ലാണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നവർ, പല ടൈപ്പിലുള്ള ഹെയർ റിമൂവൽ ചെയ്യുന്നവരുണ്ടാകാം, വാക്സിൻ ചെയ്യുന്നവരുണ്ടാകാം, ത്രെഡിങ് ചെയ്യുന്നവരുണ്ടാകും, പ്ലക്കിങ് ചെയ്യുന്നവരുണ്ടാകും. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് മെലനെ കൂടിക്കൊണ്ട് വന്ന് പോകുന്നത്. പണ്ട് ഞാൻ അതിനെ എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് 6 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പം ചെയ്താൽ ധാരാളം മതി എന്ന് പറയുന്നവരായിരിക്കും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. ആർക്കൊക്കെ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാം? ഏജ് ഫസ്റ്റ് ഇസ്, നമ്മൾ ഏജ് നോക്കും. ഒരു 18 വയസ്സ് തൊട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം മുടീൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഈ വാക്സിൻ ഒക്കെ ചെയ്യുന്നവർ ഒരു 45-50 വയസ്സിൻ്റെ താഴെയുള്ള ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ 45-50 ഏജ് ഗ്രൂപ്പ് പറയാനുള്ള കാരണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മുടി അതുപോലെ തന്നെ ഫേസിലുള്ള മുടി നരയ്ക്കാൻ തുടങ്ങും. സോ നരയ്ക്കുന്ന മുടീൻ്റെ മുകളിൽ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാരണം കോസ്മെറ്റിക്. ഒബ്വിയസ്ലി ചിലവർക്ക് മുഖത്തുള്ള മുടി അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഈ രോമ വളർച്ച ഇഷ്ടപ്പെടില്ലായിരിക്കും, അവർക്ക് ഇതൊക്കെ ചെയ്യാം. മെഡിക്കൽ കേസസ് ഉണ്ട്, എല്ലാവർക്കും കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു കാരണം ആയിരിക്കണമെന്നില്ല. മെഡിക്കൽ കോസസ് പോലും നമ്മൾ ഹെയർ റിഡക്ഷൻ ആവശ്യപ്പെടും. എങ്ങനത്തെ ആയിരിക്കും? ഹൈഡ്രഡനൈറ്റിസ് സപ്പുറേറ്റീവ, അവർക്ക് ചെറിയ ചെറിയ കുരുക്കളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. എവിടെയൊക്കെ? കക്ഷത്തിൽ, തൊടയിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ചെസ്റ്റിലൊക്കെ. അങ്ങനെയുള്ളവർക്കും നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ആയിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് പൈലോനൈഡൽ സൈനസ്, അത് ഏനൽ സ്കിന്നിൻ്റെ ഭാഗത്തായിട്ട് കുരുക്കളായിട്ട് വരുന്നവർ, ഓർ ഫോളിക്കുലൈറ്റിസ്, ഇടയ്ക്കിടയ്ക്ക് മുടിയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ രോമമുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുരുക്കൾ വരുന്നവർ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും, കാലിലായിരിക്കാം, നെഞ്ചിലായിരിക്കാം, ഇങ്ങനെയുള്ളവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ അഡ്വൈസ് ചെയ്യും. ഇൻഗ്രോൺ ഹെയർ വളരെ കോമൺ ആയിട്ട് കാണുന്നത്, ഇതിനും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ ഹെയർ റിഡക്ഷൻ. സോ മെഡിക്കൽ കോസസ്, കോസ്മെറ്റിക് കോസസ്, ഇതല്ലാണ്ട് പുരുഷന്മാരും ചെയ്യാൻ പറ്റുമോ? ഇത് സ്ത്രീകളിൽ വളരെ പോപ്പുലറാണ്, പക്ഷേ പുരുഷന്മാരും ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാവോ എന്ന് ചോദിക്കാറുണ്ട്. യെസ്, ഈവൻ ജെൻസിൽ പോലും ഇതൊരു പോപ്പുലർ ടെക്നിക്ക് ആണ്, പക്ഷേ കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ചിലപ്പം മിസ്സായി പോകുന്നതായിരിക്കാം. ആർക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്? ബിയേർഡ് ഷേപ്പിംഗ് വേണമെന്നുള്ളവരിൽ. ഇപ്പോൾ വളരെ ഒരു ട്രെൻഡിയാണ് ബിയേർഡ് അല്ലെങ്കിൽ ഒരു താടി വളർച്ച വെക്കുന്നവർ, അവർക്കൊരു ആവശ്യമുള്ള ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ടെക്നീക്കാണ് ലേസർ ഹെയർ റിഡക്ഷൻ. ഇതല്ലാണ്ട് നമ്മൾ പുരുഷന്മാരിൽ കാണുന്നത്, അവർ ചോദിക്കുന്നത് ചെവിൻ്റെ മുകളിലുള്ള മുടി വളർച്ച അല്ലെങ്കിൽ മൂക്കിന്ന് പുറത്ത് വരുന്ന മുടി, ഇതിനൊക്കെ കോമൺ ആയിട്ട് പുരുഷന്മാർ ചെയ്യാറുണ്ട്. റെയർലി മെയിൽസ് ഇൻക്ലൂഡിങ് ബോഡി ഹെയറിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. കുറേ നല്ല കട്ടിയായിട്ടുള്ള മുടിയാണ്, അതുണ്ടാവുമ്പം ഈ വേർത്ത് വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെയും ചെയ്യാറുണ്ട്. ആരൊക്കെ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാൻ പാടില്ല? പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നവർ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ആണെങ്കിലും അവരെയും നമ്മൾ ലേസർ റിഡക്ഷൻ അവോയ്ഡ് ചെയ്യാനാണ് പറയാറ്. അതുപോലെ 18 വയസ്സിൻ്റെ താഴെയുള്ള പേഷ്യൻസിന് നമ്മൾ ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യുക. അവർക്ക് അത് കഴിഞ്ഞിട്ട് അവർ ബോഡീൻ്റെ ഗ്രോത്ത് അനുസരിച്ച് പിന്നെ ധാരാളം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചില റെയർ കേസസിൽ ഒരു 14-15 വയസ്സുള്ള കുട്ടികൾ വരാറുണ്ട്, ബട്ട് വി ട്രൈ ടു അവോയ്ഡ് ഇൻ ദോസ് പേഷ്യൻസ്. ഇനി വളരെ കോമൺ ആയിട്ട് നമ്മളടുത്ത് ചോദിച്ചു വരുന്ന ഡൗട്ട്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഡോക്ടർ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സൈഡ് എഫക്റ്റിൽ മോസ്റ്റ് കോമൺ ഇസ് റെഡ്നെസ്. സ്കിന്നിനുള്ള ഒരു ചെറുങ്ങനൊന്ന് ചുവന്ന് വരുന്ന ഒരു റെഡ്നെസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാകാം, അത് ചെയ്ത ദിവസം അന്ന് രാത്രി വരെ ചിലപ്പോൾ ഉണ്ടാകാം. വളരെ റെയർ കേസസിൽ ഇപ്പം അത്രയും കാണാറില്ല, ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുമിളകളായിട്ട് വരുന്നത്. ഇത് വരുന്നത് ഒന്നോ നമ്മളെ എനർജി കൂടിയിട്ടാകാം, അല്ലെങ്കിൽ ആ ചെയ്ത ഭാഗത്ത് സൺ ടാൻ ഉണ്ടാകാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ബ്ലിസ്റ്റേഴ്സ് നമ്മൾ കാണാറുള്ളൂ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നോ, യു നീഡൻറ്റ് വറി. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പിന്നെ ചോദിക്കുന്നത്, ഉള്ളിലുള്ള നമ്മളെ ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജ് വരുമോ? ലേസർ, നമ്മളെ മെഡിക്കൽ ഗ്രേഡിലുള്ള ലേസേഴ്സ്
വളരെ ഒരു ചുരുക്കം ഒരു ഏരിയയിൽ മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ. സ്കിന്നിൽ ഉപയോഗിക്കുന്ന ലേസേഴ്സിന് ചെറിയ ഡെപ്തേ ഉണ്ടാവുള്ളൂ. അതൊരു എപ്പിഡേർമൽ ലെയർ അല്ലെങ്കിൽ ഒരു ഡേർമൽ ലെയർ വരെ മാക്സിമം പോകത്തുള്ളൂ. അതിനാട്ടും താഴെ ഇതിൻ്റെ ഇഫക്റ്റ് ഒട്ടും ഉണ്ടാകാറില്ല. എന്നാൽ ക്യാൻസർ പോലുള്ള ഒരു അസുഖം ലേസർ കൊണ്ട് വരുമോ? നമ്മൾ മനസ്സിലാക്കാനുള്ള ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ലേസറും റേഡിയേഷനും, ഈ ക്യാൻസറിന് ഉപയോഗിക്കുന്ന റേഡിയേഷനും വ്യത്യാസമുണ്ട്. ലേസർ ഈസ് ആക്ച്വലി ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. റേഡിയേഷനിൽ വരുന്ന പോലെയുള്ള ഇതല്ല, ഇഫക്റ്റ് അല്ല കിട്ടുന്നത് നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇത് ഒത്തിരി സേഫ് ആയിട്ടുള്ള ടെക്നീക്കാണ്. പിന്നെ ഒരു ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് പെയിൻ അല്ലെങ്കിൽ വേദന ഉണ്ടാകുമോ എന്ന്. യെസ്, വേദന ചെറിയ രീതിയിൽ ഉണ്ടാകാം. ഒരു റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചാൽ അതിനെ പെട്ടെന്ന് സ്കിന്നിലോട്ട് വിട്ടാൽ ഏത് രീതിയിലുള്ള വേദന ഉണ്ടാകും അതുപോലുള്ള ഷോട്ട്സ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ലൈറ്റ്, ലേസറിന് വരുന്ന ലൈറ്റിനെ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നതുകൊണ്ടാണ് നമുക്ക് അനുഭവത്തിൽ കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു സംശയമാണ്, ലേസർ ഹെയർ റിഡക്ഷൻ വളരെ ചിലവേറിയ ഒരു ട്രീറ്റ്മെൻറ്റ് ആണോ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണോ എന്ന്. ശരീരത്തിലുള്ള രോമം മാറ്റാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ ചെയ്യും. വാക്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പൈലേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ത്രെഡിങ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രായം സാധാരണ 18 തൊട്ട് 50 വയസ്സിൻ്റെ ഒരു സമയത്തായിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 30 വർഷത്തിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ നോക്കുന്നത്. മാസം മാസം ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മാസം കൂടുമ്പോൾ ആണെങ്കിലും നമ്മളിത് ചെയ്യേണ്ടി വരും. അതിൻ്റെ കമ്പാരിസൺ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നത് മാക്സിമം ഒരു 10 മാസം തൊട്ട് ഒരു 18 മാസം വരെയാണ്. 1.5 വർഷത്തിൻ്റെ സമയമാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ സമയം, ഈ 1.5 ഇയേഴ്സ് എവിടെ, 30 വർഷം എവിടെ? അതിൻ്റെ കമ്പാരിസണിൽ നോക്കിയാൽ ഡെഫിനറ്റ്ലി ലേസർ ഹെയർ റിഡക്ഷൻ സേഫറാണ്, എഫക്റ്റീവ് ആണ്, ആൻഡ് ഡെഫിനറ്റ്ലി പോക്കറ്റ് ഫ്രണ്ട്ലിയും ആണ്. ഈ രീതിയിൽ നോക്കണം. അല്ലാണ്ട് ഒരു സെഷനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു മൈറ്റ് ഫീൽ കുറച്ചും കൂടി വിലയേറിയ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കാണാം. പിന്നെ ചോദിക്കുന്നത്, ഇത് പെർമനൻ്റ് ആണോ? ചിലർക്കൊരു ധാരണയുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ജീവിതകാലം മുഴുവൻ ചെയ്യണമെന്ന് വെച്ചിട്ട്. നോ, ഡെഫിനറ്റ്ലി നമ്മളെ ശരീരത്തിൻ്റെ ഭാഗത്തോട്ട് ചെയ്യുമ്പം ഇതിന് കുറേ നല്ല ഇഫക്റ്റും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു പെർമനൻറ്റ് ഇഫക്റ്റാണ് നമ്മൾ കാണാറ്. നിങ്ങളൊരു അണ്ടർ ആംസിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ചെയ്യുന്നുണ്ട്, കാലിൽ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ 5 to 6 സെഷൻസ് ഗിവ്സ് യു വെരി ഗുഡ് റിസൾട്ട്സ്. ഓൾമോസ്റ്റ് ഒരു ഹെയർ ഫ്രീ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 80 to 95% ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണും. എന്നാൽ മുഖത്ത് വരുന്ന രോമത്തിന് അതുപോലെ ശരീരത്തിലുള്ള രോമത്തിന് വ്യത്യാസമുണ്ട്. സോ മുഖത്തുള്ള രോമം കൂടുതൽ ആരെയിലാണ് നമ്മൾ കാണുന്നത്? PCOD അല്ലെങ്കിൽ PCOS ഉള്ള പേഷ്യൻസിലായിരിക്കും. അവരിൽ ഓൾറെഡി ഒരു ഹോർമോണൽ അബ്നോർമാലിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. സോ അവരിൽ രോമ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പം നോർമലായിട്ടുള്ള ഒരാൾക്കും ചെയ്യുന്നതിന് വ്യത്യാസം കാണും. ചിലപ്പം ഈ പറയുന്ന 6 or 8 സെഷൻസ് മാത്രം പോരാ, ഈ സെഷൻസ് നമ്പർ കൂടാം. അതിനൊരു ഡെഫിനറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആസ് ഫാർ ആസ് നിങ്ങളെ PCOD PCOS കൺട്രോളിലാണ്, ഹോർമോണൽ അബ്നോർമാലിറ്റീസ് നമുക്ക് ഡെഫിനറ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ ഏകദേശം നമ്മൾ നോക്കുന്ന ഒരു ടൈം പീരീഡാണ് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. വർഷത്തിൽ 1 or 2 പ്രാവശ്യം മെയിൻ്റനൻസ് സെഷൻസ് അഡ്വൈസ് ചെയ്യും. അത് മുഖത്തിലും അല്ലെങ്കിൽ കഴുത്തിലുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരുന്നത്, ശരീരത്തിലുള്ള ഭാഗത്ത് നമുക്ക് ആവശ്യം വരാറില്ല. പിന്നെ ഒരു ഡൗട്ട്, IPL ആൻഡ് ലേസറും സെയിം ആണോ എന്ന്. രണ്ടും വ്യത്യാസമാണ്. സാധാരണ ആൾക്കാർക്ക് കാണുമ്പം രണ്ടും ഒരുപോലെ ആയിട്ടുള്ള മെഷീൻസാണ് കാണാറ്. നിങ്ങൾക്കൊരു വണ്ടി മേടിക്കുമ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകും. ഇങ്ങനത്തെ വണ്ടിയാണ്, ഇതിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതില്ല, എയർ ബാഗ്സ് ഉള്ളതാണോ, അല്ലെങ്കിൽ വണ്ടീൻ്റെ ഇത്രയും സ്പീഡ്, ഇതാണ് മൈലേജ് കൊടുക്കുന്നത്. പക്ഷേ ലേസറിൽ മെഡിക്കൽ എക്വിപ്മെൻറ്റിനായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ല. സോ IPL വേറെയാണ്, ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടെക്നോളജി. ലേസർ വേറെ ഒരു ടെക്നോളജിയാണ്. ലേസറിലുള്ള ലൈറ്റ് വളരെ അക്യൂട്ട് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡെപ്തിലും അതുപോലെ തന്നെ ടാർഗറ്റ് ടിഷ്യൂവിനാണ് പോകുന്നത്. IPL അതിന് വ്യത്യാസമുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് സേഫ്. ഇന്ത്യൻ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരാനുള്ള ഒരു സാഹചര്യം, ബേൺസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടുതലാണ്. സോ നിങ്ങൾ ചെയ്യിപ്പിക്കുന്ന സെൻറ്ററിൽ എന്ത് മെഷീനാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അതിന് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ആദ്യം ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം മുന്നോട്ടുള്ള നിങ്ങളുടെ ജേർണി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.